ഹേ ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഒരു 20-25 ഒരു 28 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ മണ്ടത്തരായിട്ടും അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാനും പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാൻ ഒരു കാരണമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളായിരുന്നു ആ സമയത്ത് ഞാൻ ശരി എന്ന് വിചാരിച്ച് നടന്നിരുന്ന കാര്യങ്ങൾ കേട്ടോ. സോ ഒരു 10-30 വയസ്സ്, കുറച്ചും കൂടെ 30ൻ്റെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നമ്മളിങ്ങനെ ബാക്കിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ, ഒരു വർഷത്തെ ജീവിതം ആലോചിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന ശരി എന്ന് വിശ്വസിക്കുന്ന ചില ജീവിത പാഠങ്ങൾ, ലൈഫ് ലെസൺസ്, അതാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി റിക്വസ്റ്റ് ചെയ്യാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ പറയാൻ പോകുന്ന ഈ 5 ലൈഫ് ലെസൺസ് ഉണ്ടല്ലോ, ഒരു 30 കഴിഞ്ഞ ആരോട് ചോദിച്ചാലും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളായിരിക്കും. കാരണം ഇതെല്ലാം പഠിക്കുന്നത് ഓരോരോ ഇൻസിഡൻസിൽ നിന്നായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ജേണൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതലുള്ള ടോപ്പിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എഴുതി വെച്ചിട്ടുള്ളത്, സംസാരിച്ചിട്ടുള്ളതൊക്കെ ലൈഫ് ലെസൺസിനെ പറ്റിയിട്ടൊക്കെയാണ് കേട്ടോ. സോ ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ, നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഞാൻ തന്നെ കൂടുതലും നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് ആളുകൾ പറഞ്ഞു തരുന്നത് സെൽഫ് റെസ്പെക്റ്റ് വേണം, സെൽഫ് റെസ്പെക്റ്റ് ആണ് ഏറ്റവും വലുത് എന്നൊക്കെയല്ലേ. പക്ഷേ ചില സമയത്തുണ്ടല്ലോ, നമുക്ക് ഈ സെൽഫ് റെസ്പെക്റ്റിനേക്കാളും എമ്പതി ചൂസ് ചെയ്യേണ്ട ചില സിറ്റുവേഷൻ ഉണ്ട്. നമുക്കറിയാം നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ അനുകമ്പയോടെ, എമ്പതിയോടെ, സിമ്പതിയോടെ ഒക്കെ പെരുമാറി കഴിയുമ്പോൾ അത് നമ്മുടെ ഒരു വാല്യൂ, സെൽഫ് റെസ്പെക്റ്റ്, ഇതൊക്കെ പണയം വെച്ച് നാണം കെടുന്നതിന് തുല്യമാണ് എന്ന് നമുക്ക് നല്ല പോലെ അറിയാം. പക്ഷേ ചില സമയത്ത് നമ്മൾ അത് ഓപ്റ്റ് ചെയ്യേണ്ടി വരും. സെൽഫ് റെസ്പെക്റ്റിൻ്റെ മേലെ എമ്പതി ഓപ്റ്റ് ചെയ്യേണ്ട ചില സിറ്റുവേഷനൊക്കെ നമുക്ക് വന്നേക്കാം. നമ്മൾ തീരെ മിണ്ടാത്ത, അല്ലെങ്കിൽ അവരുമായിട്ട് ഒട്ടും ചേർന്ന് പോകാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വീട്ടിലൊരു മരണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലൂടെ ആ വ്യക്തി കടന്നു പോകുമ്പോൾ, നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് വേണ്ട സമയത്ത്, നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മളാണ് മുമ്പിൽ നിൽക്കുന്നത്, നമുക്ക് ഇടപെടണം, അല്ലെങ്കിൽ അവർ നമ്മളോട് പെരുമാറിയത് വെച്ച് നൈസായിട്ട് അങ്ങ് വഴിമാറി പോകണം. ഇങ്ങനത്തെ സിറ്റുവേഷൻ, ഇതിന് സമാനമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് സെൽഫ് റെസ്പെക്റ്റ് അല്ല കേട്ടോ അവിടെ കയറി നിൽക്കേണ്ടത്, എമ്പതിയാണ്. നമ്മൾ മനുഷ്യൻ ടു മനുഷ്യൻ കാണിക്കേണ്ട ചില വികാരങ്ങളില്ലേ, അതാണ് അവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് എൻ്റെ ചില അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് കേട്ടോ. ചില സമയത്ത് എനിക്ക് എന്നോട് പെരുമാറിയത് വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരോട്, എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, ഇവരോടൊക്കെ പെരുമാറിയത് വെച്ച് നോക്കുകയാണെങ്കിൽ മെസ്സേജിന് റിപ്ലൈ പോലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ റിപ്ലൈ ചെയ്യും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ അവർ പറഞ്ഞ സ്ഥലത്ത് പോയി അവരെ മീറ്റ് ചെയ്യും, അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇതിനോട് സമാനമായിട്ടുള്ള ചില ഇൻസിഡൻസ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, സെൽഫ് റെസ്പെക്റ്റ് ആണ് വലുത് ലൈഫിൽ, ശരിയാണ്. പക്ഷേ ചില സമയത്ത് അതിനെ നമ്മൾ 4 മടക്കി അവിടെ വെച്ചിട്ട് ഉള്ള നാണം മുഴുവൻ കെട്ടിട്ട് അങ്ങ് ഉളുപ്പില്ലാതെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമ്മൾ ആ വ്യക്തിയുടെ മുമ്പിൽ പോയി ചിരിച്ചിരിക്കുക, അവർ പറയുന്നത് കേൾക്കുക, അവർക്ക് വേണ്ട സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. ചില സമയത്തൊക്കെ ഇങ്ങനെയാണ്, ലൈഫ് ഭയങ്കര അൺഫെയർ ആണ് ചില സമയത്ത്. പക്ഷെ ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു ലെസൺ ആണ് കേട്ടോ. എന്നെ കുറച്ചെങ്കിലും ഓക്കെ ആക്കാൻ ഈ ഒരു തോട്ടാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ സ്റ്റക്ക് ആവരുത് ഒരിക്കലും. മുന്നോട്ടേക്ക് പോവുക, മൂവ് ഓൺ ആവാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ പല തരത്തിലുള്ള ഇൻസിഡൻസും ഉണ്ടാവും. പോസിറ്റീവായിട്ടുള്ളതുണ്ടാവും, നെഗറ്റീവായിട്ടുള്ളതുണ്ടാവും. പോസിറ്റീവായിട്ട് നമ്മൾ മറന്ന് അങ്ങേയറ്റം പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. നെഗറ്റീവായിട്ട് ഇനിയൊരു ജീവിതമില്ല എന്നുള്ള രീതിയിൽ അങ്ങേയറ്റം താഴ്ന്നു പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. എന്തൊരു കാര്യം ആയിക്കോട്ടെ, പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഗെറ്റ് റെഡി ചെയ്യുക, അടുത്ത പരിപാടി പിടിക്കുക. ഇപ്പോൾ ചില സന്തോഷമൊക്കെ വന്ന് നമ്മളിങ്ങനെ എക്സൈറ്റ്മെൻറ്റിൻ്റെ അങ്ങേയറ്റത്തിരിക്കുന്ന സമയത്ത് എന്നോട് ഷിയാവ് പറയാറുണ്ട്, അത് കഴിഞ്ഞു, നീ ഇപ്പോഴും അത് ആലോചിച്ചിരിക്കല്ലേ, അടുത്ത പരിപാടി പിടിക്കുക, നമുക്ക് അടുത്തേക്ക് പോവാം എന്ന് പറയും. ഇപ്പോൾ പ്രത്യേകിച്ച് ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ്, അത് ഇത് വിഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൈൻഡ് ജിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയിരിക്കും. പക്ഷേ പിറ്റേന്ന് തൊട്ട് ബർത്ത്ഡേ കഴിഞ്ഞു, നമ്മൾ പുതിയ വർഷത്തിലേക്ക് എത്തി, പുതിയ വയസ്സിലേക്ക് എത്തി, നമുക്ക് ഡെയിലി ബ്രെഡ് തപ്പി പോകേണ്ട പരിപാടി തുടങ്ങണം. അതേപോലെ തന്നെ നെഗറ്റീവായിട്ട് സങ്കടപ്പെട്ടിരിക്കേണ്ട, നമ്മുടെ ലൈഫിൽ നിന്ന് ഒരാൾ പോയാൽ, ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കടന്നു പോയാൽ, ഏറ്റവും നല്ലൊരു സുഹൃത്തിനെ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷമം ഉണ്ടായിരിക്കും.
അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്തൊരു കാര്യം ലൈഫിൽ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങേയറ്റം കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തൊരു ജോബ് നമുക്ക് കിട്ടാതെ പോയാൽ, നമ്മുടെ കൂടെ ഇവിടെ 2 പേര് ഇവിടെ 2 പേരുണ്ടെങ്കിൽ ഈ 4 പേരും ഓണായി നമ്മളിവിടെ നിൽക്കേണ്ടി വന്നാൽ, വാഴ 2 കണ്ടില്ലേ, അത്രയും ക്ലോസ് ആയിട്ടുള്ള 3 ഫ്രണ്ട്സും മൈഗ്രേറ്റ് ചെയ്ത് പോയി. ഇനി മറ്റേ ഹാഷിർ മാത്രമേ ഉള്ളൂ, പുള്ളി അവിടെ സ്റ്റക്കായി നിന്നില്ല, അടുത്ത പരിപാടി പിടിച്ചു. അപ്പം നമ്മുടെ ലൈഫിൽ ഓരോ മൊമെൻ്റ്, ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ദീസ് ടു ഷാൽ പാസ്, ഇതും കടന്നു പോവും. നമ്മളെപ്പോഴും പറയും ഇതിനേക്കാളും മോശമായിട്ടുള്ള അനുഭവം അല്ലെങ്കിൽ ഇതിനേക്കാളും മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പോഴും നമ്മൾ പറയും ഇതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന്. അതൊന്നും അല്ല കേട്ടോ, നമ്മളിങ്ങനെ വലുതിൽ നിന്ന് വലുതിലേക്ക്, അതിലും വലുതിലേക്ക് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പം നമ്മളതിങ്ങനെ മാനേജ് ചെയ്ത് നമ്മളെ ഓക്കെ ആക്കി വെച്ച് നമ്മൾ അതിൽ നിന്നൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓർമ്മയില്ലേ, നമ്മളൊരു 18, 20, 25 വയസ്സിൽ വിഷമിച്ച് നടന്ന സങ്കടങ്ങൾ പോലെ ആയിരിക്കില്ല ഇപ്പോൾ. അന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടിരുന്ന പോലെ ചില സമയത്തൊന്നും ഇപ്പം എനിക്ക് സങ്കടം വരും, കരച്ചിൽ വരും, പക്ഷെ അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ പോവും. ആ കരഞ്ഞിരിക്കുന്നതിൻ്റെ ഡ്യൂറേഷനൊക്കെ കുറച്ച് കുറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു കാലാവധി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളത് മറികടന്ന് പോകണം. ജീവിതമാണ്. നമ്മളിവിടെ സ്റ്റക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് കേട്ടോ. അടുത്തൊരു കാര്യം, ഇത് ഒരു 30, 35, 40 എത്തുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമാണ്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില വ്യക്തികളുണ്ടായിരിക്കും, നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരിക്കും. നമ്മുടെ വിചാരം നമ്മൾ ലാസ്റ്റ് മരിച്ചു കിടക്കുമ്പോൾ ഇവരായിരിക്കും തലപ്പത്തിരുന്ന് പൊട്ടിക്കരയുക, അത്രയും വരെ നമ്മുടെ കൂടെ വരും, അങ്ങ് ലാസ്റ്റ് വരെ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നും ശാശ്വതമല്ല, ഒന്നും എവർലാസ്റ്റിംഗ് അല്ല. അതിന് എത്ര അടുത്ത ബന്ധമാണെങ്കിലും എത്ര അടുത്ത സുഹൃത്താണെങ്കിലും മേ ബി ആരെങ്കിലും ഒരാൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാൽ, ആരെങ്കിലും ഒരാളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാൽ തീരാവുന്ന സൗഹൃദങ്ങളോ തീരാവുന്ന ബന്ധങ്ങളെ നമുക്കുള്ളൂ. നമുക്കൊരു ഷുവർട്ടി ഇല്ല ഇന്ന ആൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് എന്ത് പറഞ്ഞാലും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, എപ്പോഴും അവൈലബിൾ ആയിരിക്കും, എപ്പോൾ വിളിച്ചാലും വരും. ആ കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതൊരു മിഥ്യാധാരണയാണ്. നമുക്ക് ചില സമയത്തൊക്കെ മറ്റു പലരുടെ ജീവിതത്തിനേക്കാളും അവരുടെ സോറോസിനേക്കാളും നമ്മുടെ പേഴ്സണൽ ലൈഫ് ചൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മൾ തന്നെയല്ലേ അൾട്ടിമേറ്റ്ലി വലുതായിട്ടുള്ളത്. ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ചിട്ടുള്ള സുഹൃത്തുക്കളെയൊക്കെ എൻ്റെ ജീവിതയാത്രയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടേക്ക് വന്നേ പിന്നെയുള്ള ഒരു 4-5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കേട്ടോ. കാരണം കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണില്ല. ടൈം ഡിഫറൻസിൻ്റെ വ്യത്യാസം കാരണം ഗ്രാജ്വലി കണ്ണകന്നപ്പോൾ മനസ്സകന്നു എന്നൊക്കെ പറയില്ലേ, ദൂരം കൂടുന്നതിനനുസരിച്ച് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും നമുക്കതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം, ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം, എഫേർട്ട് ഇടാൻ പറ്റണം. ചിലപ്പോഴൊന്നും അത് പറ്റാതെ വരുമ്പോൾ, ഓപ്പോസിറ്റുള്ള ആൾ അത് മനസ്സിലാക്കാതെ വരുമ്പോൾ, അവരുടെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കാതെ വരുമ്പോഴൊക്കെ ബന്ധങ്ങളിൽ വിള്ളൽ വീണ് പാതി വഴിക്കൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. സൗഹൃദങ്ങളൊക്കെ എനിക്കങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. അതൊരു സ്വാഭാവിക കാര്യമാണ്. അങ്ങനെയൊക്കെ നടക്കും ലൈഫിൽ. അതും ചേർന്നതാണ് ലൈഫ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അങ്ങനെ സംഭവമുണ്ട്, അതും നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫാക്റ്റാണ്, അത് എക്സ്പെക്റ്റ് ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ടേക്ക് കുറച്ചും കൂടി പോസിറ്റീവായിട്ട് കരുതി ജീവിച്ച് പോകണം എന്നുള്ളതാണ് കേട്ടോ. നത്തിങ് ഈസ് പെർമനൻറ്റ്. ഒന്നും പെർമനൻ്റ് അല്ല, ആരും പെർമനൻ്റ് അല്ല, നമ്മുടെ കൂടെയുള്ള ഒന്നും പെർമനൻ്റ് അല്ല എന്നുള്ളതാണ്. ഒരു 7 വർഷം ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിട്ടുള്ള ഒരു മഗ് ഉണ്ടായിരുന്നു, കോഫി മഗ്. അത് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഞാൻ ചായ കുടിച്ച് കഴുകി വെക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണങ്ങ് പൊട്ടി. 7 വർഷം രാവിലെ വൈകുന്നേരം അങ്ങനെ ഉപയോഗിച്ചായിരുന്നൊരു കോഫി മഗ് പൊട്ടിപ്പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളങ്ങ് മരിച്ചു പോയ പോലെയായിരുന്നു, അത്രയും ഫീലായിരുന്നു. പിന്നെ വാബി സാബി നമ്മുടെ സ്ഥിരം പരിപാടിയാണല്ലോ. അങ്ങനെ ചെടിയൊക്കെ അതിൽ കുറച്ച് മണ്ണൊക്കെ വെച്ച് കുറച്ചൊരു ചെടിയൊക്കെ നട്ടതേ ഇവിടെ ഇപ്പോൾ അത് ചെടിയാക്കി ചെറിയൊരു പോട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചില നഷ്ടങ്ങളെ നമ്മൾ നേട്ടങ്ങളാക്കാൻ പഠിക്കണം, ചില നഷ്ടങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അടുത്ത കാര്യം, ട്രൈ ടു എൻജോയ് മൊമെൻറ്റ്സ് എന്നുള്ളതാണ്. ഇത് എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും കാരണം കൊണ്ട് മൂവ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കാരണം കൊണ്ടാണ്. ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ആയിക്കോട്ടെ, വലിയ മൊമെൻറ്റ്സ് ആയിക്കോട്ടെ, അത് എൻജോയ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. നമുക്ക് തന്നിട്ടുള്ള ബ്ലെസ്സിങ്സ് ആണ് ഇതെല്ലാം. എൻ്റെ ബർത്ത്ഡേക്ക് എല്ലാ വർഷവും ഏറ്റവും ആദ്യം ഗിഫ്റ്റ് തരുന്നൊരു ചേച്ചിയുണ്ട്, സോണി ചേച്ചി. എൻ്റെ കൊളീഗാണ്, എൻ്റെ ഫ്രണ്ടാണ്, ചേച്ചിയാണ്, എല്ലാം ആണ്. അപ്പോൾ ചേച്ചി എല്ലാ വർഷവും ജൂലൈയിലാണ് നാട്ടിൽ പോവുക, കുട്ടികളുടെ വെക്കേഷൻ, ഇവിടുത്തെ വെക്കേഷൻ കാരണം. അപ്പോൾ ഈ വെക്കേഷന് പോകുന്നതിന് മുൻപ് ചേച്ചി ഓർത്ത് വെച്ച് എനിക്കുള്ള ഗിഫ്റ്റൊക്കെ സെറ്റാക്കി ബോക്സിലാക്കി കൊണ്ട് തന്ന് എനിക്കിഷ്ടപ്പെട്ടോ എന്നൊക്കെ ഷുവർ ചെയ്തിട്ടാണ് ചേച്ചി നാട്ടിൽ പോവുക. എല്ലാ കൊല്ലവും ഞാൻ ഹസ്ബൻഡിനോട് പറയേണ്ടത് നീയൊന്നും അല്ല, എൻ്റെ ചേച്ചിയാണ് എനിക്ക് എപ്പോഴും ആദ്യം ഗിഫ്റ്റ് തരാറ്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണ്. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഓർത്തിട്ട് നിനക്ക് ചെറിയ ചെറിയ സാധനങ്ങളല്ലേ ഇഷ്ടം, നിനക്ക് ഇതെല്ലാം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഇഷ്ടങ്ങൾ ഓർത്ത് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച്
എന്നെ സംബന്ധിച്ച് എനിക്കൊരു ചോക്ലേറ്റ് ഒരു ഗിഫ്റ്റ് ബോക്സിൽ പൊതിഞ്ഞ് തന്നാൽ പോലും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചൊരു 10 മിനിറ്റ് ഞാൻ ഇതിൽ കൂടെ നടന്ന് സംസാരിച്ചാൽ പിന്നെ ഞാൻ വേറെ ആളാണ്. പിന്നെ ഞാൻ കുറേ സംസാരിക്കും. ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഇങ്ങനെ ജിൽ ജിൽ എന്ന് പറഞ്ഞ് നടക്കും. അങ്ങനെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ആ ഒരു സാധനം എൻ്റെ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ വന്നേ പിന്നെയാണ് ഞാൻ കുറച്ചും കൂടി ലൈഫ് എൻജോയ് ചെയ്യാനും ചെറിയ ചെറിയ മൊമെൻറ്റ്സിനെ വലിയ വലിയ കാര്യങ്ങളാക്കി എടുക്കാനും പഠിച്ചത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുമ്പോൾ, ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ വരാൻ നമ്മുടെ ഹൃദയം വെൽക്കം ചെയ്യാൻ നമ്മളിങ്ങനെ തയ്യാറായിട്ട് നിൽക്കും. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തോന്നും, ഓ ഇതൊക്കെ ഒരു കാര്യമാണോ, ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ, അതൊക്കെ അങ്ങ് വിട്ടു എന്നൊക്കെ. പക്ഷേ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ വലിയ മനുഷ്യനാക്കുന്നത്, അല്ലെങ്കിൽ വലിയ ഹൃദയമുള്ള ഒരാളാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, ചൂസ് പീസ് ഓവർ അവൈലബിലിറ്റി എന്നുള്ളതാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ തന്നെ ഒരു രസമാണ് എന്ന് പറയുന്ന പോലെയാണ്. ചില സമയത്ത് മിക്കപ്പോഴും നമുക്ക് എപ്പോഴും അവൈലബിൾ ആകാൻ പറ്റില്ല, എപ്പോഴും ഓടിച്ചാടി ചെല്ലാൻ പറ്റില്ല, എപ്പോഴും വിളിക്കണോടത്ത് ചെല്ലാൻ പറ്റില്ല, എപ്പോഴും വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല, എപ്പോഴും മെസ്സേജിന് സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റണമെന്നില്ല. ചില സമയത്ത് നമ്മുടെ റെസ്റ്റിനും നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേണ്ട വിശ്രമത്തിനും മനസ്സിനും ശരീരത്തിനും വേണ്ട സമാധാനത്തിനും നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചില സമയത്തെങ്കിലും നമ്മളെ ചൂസ് ചെയ്യണം. നമ്മുടെ പ്രയോറിറ്റീസിന്, നമ്മുടെ സ്പേസിന്, പേഴ്സണൽ സ്പേസിന് ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ ഒരു 2-3-4 കൊല്ലമായിട്ട് എനിക്ക് വന്നേക്കുന്ന ചേഞ്ചാണ് കേട്ടോ. മുന്നേക്ക് എന്ന് പറഞ്ഞാൽ എന്നെ പണ്ട് മുതൽ അറിയുന്ന സുഹൃത്തുക്കൾക്ക് അറിയണ്ടാവും. എപ്പോൾ വിളിച്ചാലും പോവും, എവിടെ വിളിച്ചാലും പോവും, ഏത് നേരം വിളിച്ചാലും ഫോൺ എടുക്കും, എത്ര നേരം കരഞ്ഞുകൊണ്ടിരുന്നാലും ഞാനത് കേൾക്കും, സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞ് എൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്ത് എന്നെ ഒരു കരക്കടിപ്പിക്കാനുള്ള തിരക്കിൽ ചില സമയത്തൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാൻ പഠിച്ചു. എപ്പോഴും അവൈലബിൾ ആകണ്ടെന്ന് പഠിച്ചു. അത് തെറ്റല്ലാന്ന് പഠിച്ചു. അത് തെറ്റല്ലാന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ചില സമയത്തെങ്കിലും ഫോണൊക്കെ മാറ്റി വെച്ച് പീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത് ഒരു 10-30 വയസ്സിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി, നമുക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള, സമാധാനമായിട്ടുള്ള, ക്വൈറ്റായിട്ടുള്ള ലൈഫ് കിട്ടി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്ന് സംസാരിച്ചത് മുഴുവൻ എൻ്റെ കഴിഞ്ഞൊരു വർഷത്തെ എൻ്റെ ജേണൽ എടുത്ത് നോക്കിയിട്ട് അതിൽ നിന്ന് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 5 പോയിൻറ്റ്സാണ് കേട്ടോ. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ തന്നെ വിശ്വസിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഞാനതിന് ഈഗർലി വെയിറ്റിംഗ് ആണ് കേട്ടോ. സോ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, ഹൈപ്പ് ചെയ്യാം, എല്ലാം ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ ആൻഡ് താങ്ക് യു.